ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഉള്ളിവട ഉണ്ടാക്കുന്ന റെസിപ്പി ആയാലോ. ആദ്യമേ നമ്മൾ നല്ല സവാള എടുത്ത് നൈസിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നല്ലോണം ഞവിടി ഒരു 10 മിനിറ്റ് കഴിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടെ അതിൻ്റെ വണ്ടിയിൽ നമ്മൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മാവ് ആഡ് ചെയ്യാം. ഉള്ളിവടയിൽ എപ്പോഴും കൂടുതൽ നിൽക്കാനുള്ളത് ഉള്ളിയായിരിക്കും. അപ്പോൾ കുറച്ച് മാവ് മതി. കുറച്ച് മൈദ മാവും പിന്നെ കോൺഫ്ലവറുമാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്തത്. കോൺഫ്ലവർ എന്തിനാണ് ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ നമുക്ക് കുറച്ച് കായവും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല വൃത്തിക്ക് നമ്മൾ കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് എടുക്കണം. എങ്കിൽ ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. സ്പൂൺ വെച്ചാലൊന്നും അത് കിട്ടത്തില്ല. അതിനുശേഷം നമ്മളിങ്ങനെ ചെറിയ ചെറിയ ഇതാക്കി നമ്മൾ ഷേപ്പാക്കി വെക്കും. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. അതിനുശേഷം നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കാം. കറക്റ്റ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ടേസ്റ്റ് തന്നെ കിട്ടും. നമ്മൾ അത്രയും വലുതാക്കാത്തതുകൊണ്ട് നല്ലോണം മുരിഞ്ഞും വരും. ഇതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഒരു കോഫി ലവർ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചായ ലവേഴ്സിനാണെങ്കിൽ ചായയും ഉള്ളിവടയും അതൊരു പെർഫെക്റ്റ് കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. താങ്ക്